നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ നമ്മളിപ്പം ഏകാദശ സ്കന്ധത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഏകാദശ സ്കന്ധത്തിലെ പ്രതിപാദ്യ വിഷയം മുക്തിയാണ്. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? മുക്തി എന്ന് പറഞ്ഞാൽ മുക്തിർഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. തന്നിൽ നിന്നും അന്യമായിരിക്കുന്ന രൂപങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് താൻ തന്നിൽ താനായിരിക്കുന്ന അവസ്ഥ, അതായത് നിജാമൃതം നിജാനന്ദം ആയിരിക്കുന്ന ആ സദ്വിശേഷത്തെയാണ് വാസ്തവത്തിലെ മുക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മുക്തി എന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്ന 11ാമത്തെ സ്കന്ധം, അത് 6ാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങളിലെ അവസാന ഭാഗമാണ്. 6ാമത്തെ ദിവസത്തിലെ യോഗഭൂമിക പദാർത്ഥഭാവനയാണെന്ന് നമുക്കറിയുവാനും സാധിച്ചിട്ടുണ്ട്. ബുദ്ധി മാത്രം പ്രവർത്തിക്കുന്ന സിദ്ധിവിശേഷമാണ് പദാർത്ഥഭാവന. അപ്പോൾ ഈ പദാർത്ഥഭാവനയിൽ ഇരുന്നുകൊണ്ട് മുക്തി വിചാരം ചെയ്യുന്ന നമ്മൾ ഒന്ന് പ്രത്യേകം ഓർക്കണം. എന്താണത്? അതായത് ഐശ്വര്യം, വീര്യം, യശസ്വി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വീരശൗര്യാദി ഗുണവിശേഷങ്ങളുണ്ടായിരുന്ന ആ അതുല്യമായ യാദവ വംശം തന്നെ നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോ പിന്നെ തുച്ഛമായ നമ്മുടെയെല്ലാം ശരീരവും കുടുംബവും സ്ഥാനമാനങ്ങളും ശാശ്വതമാണെന്ന് ധരിച്ച് അഭിമാനിക്കുന്ന ആ അവസ്ഥ സത്യത്തിൽ എന്താണ്? അത് മോഹമാണ്. മായയിൽ നിന്നും ഉണ്ടാകുന്ന മഹാമോഹമാണ്. കാരണം ലൗകികമായിരിക്കുന്ന എല്ലാം നശിക്കും. ആയതുകൊണ്ട് തന്നെ ലൗകികമായ ഒരു വസ്തുവിൽ നിന്നും നമുക്ക് ശാശ്വതമായ സുഖവും ലഭിക്കുകയില്ല. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം ജ്ഞാനം ആർജിക്കുവാനുള്ള നമ്മുടെ പരിശ്രമം. മുക്തി, മോക്ഷം. അപ്പൊ മുക്തിക്ക് വിപരീതം എന്താണ്? ശക്തി, ആസക്തി. അതായത് മുക്തിക്ക് തടസ്സമായിട്ടിരിക്കുന്നത് അജ്ഞാനമാണ്. അതായത് ബന്ധനം. അതാണ് മുക്തിക്ക് വിപരീതമായിരിക്കുന്നത്. ബന്ധനം. ബന്ധനത്തിന് കാരണമോ അത് അജ്ഞാനവുമാണ്. അജ്ഞാനം ബന്ധനത്തിന് കാരണമാകുമ്പോൾ മുക്തിക്ക് എന്താണ് കാരണം? ജ്ഞാനമാണ്. ജ്ഞാനം എന്നത് ആത്മസ്മൃതി, അജ്ഞാനം എന്നത് അവിദ്യ, അതായത് ആത്മവിസ്മൃതി. അപ്പൊ നമ്മുടെ ഏകാദശ സ്കന്ധത്തിലെ പ്രതിപാദ്യ വിഷയം വാസ്തവത്തിൽ എന്താണ്? നിരുപാധികവും നിർഗുണവും ഉത്കൃഷ്ടവുമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം. ബ്രഹ്മജ്ഞാനം അവബോധത്തിൽ സുദൃഢമാകുവാനുള്ള ആശയങ്ങളെ നമുക്ക് ഈ ഏകാദശ സ്കന്ധത്തിൽ നിന്നും ലഭിക്കുവാൻ കഴിയും. ഈ ജ്ഞാനം ആർക്കേ സത്യത്തിൽ ഉപദേശിക്കുവാൻ സാധിക്കുകയുള്ളൂ? യഥാർത്ഥത്തിൽ ജ്ഞാനം ഉപദേശിക്കണമെങ്കിൽ നാം ഈശ്വര സ്വരൂപമായി തീരണം. ഞാൻ സ്വയം
ഈശ്വരാവബോധത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈശ്വരാവബോധം തന്നെ ഘനീഭവിച്ചതാണ് എന്റെ നിജസ്വരൂപം എന്ന യഥാർത്ഥ ബോധം ഉണർന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ ജ്ഞാനത്തെ ഉപദേശിക്കുവാൻ യോഗ്യതയുള്ളൂ. അപ്പോ ഈ ജ്ഞാനത്തെക്കുറിച്ച് ശ്രവിക്കുവാൻ, കേൾക്കുവാൻ, അപ്പൊ ഗുരു സ്വയം ഈശ്വരനാണെന്ന് വ്യക്തമായി, ഉപദേശകൻ, വക്താവ്. അപ്പൊ ശ്രോതാവോ, അതായത് ശിഷ്യൻ, ഭക്തൻ ആരായിരിക്കണം നോക്കാം. തീവ്ര വിരക്തനും പിന്നെയോ സംസാരതാപ തപ്തനും സർവസംഗ പരിത്യാഗിയുമായ ഒരാൾക്കാണ് ഇത് ശ്രവിക്കുവാനും വാസ്തവത്തിൽ അധികാരമാണ്. അപ്പോൾ ശ്രദ്ധയുണ്ടാവുകയുള്ളൂ, സാത്വികമായ ശ്രദ്ധ. സാത്വികമായ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുകയും ശ്രവിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ജ്ഞാനം ദൃഢമാകുക. അല്ലാത്തവർ കേട്ടിട്ട് വിശേഷമില്ലേ, വിശേഷമില്ലെന്നൊന്നും നമ്മൾ പറയരുത്. കാരണം സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ശ്രീമദ് ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. ഗീതയിൽ പറഞ്ഞിരിക്കുന്ന എന്താ? സ്വധർമ്മം കുറച്ചു മാത്രമേ ആചരിച്ചിട്ടുള്ളൂവെങ്കിലും അതിന് നാശമില്ല, അത് മഹത്തായ ഭയത്തെ കൂടി നശിപ്പിക്കുവാൻ പ്രയോജനപ്പെടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ, അറിയുവാൻ, ബോധിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ പ്രയോജനം കിട്ടും. പക്ഷെ അതിന്റെ യഥാർത്ഥ പ്രയോജനം, കൂടുതൽ പ്രയോജനം ലഭിക്കണമെങ്കിൽ ഈശ്വരാവബോധം ആർജിച്ച വ്യക്തി ഗുരുവും ഈശ്വരാവബോധം ആർജിക്കണമെന്ന് അതിമോഹമുള്ള വ്യക്തി ശിഷ്യനും ആയി വരുമ്പോഴാണ് ഈ സംവാദ ശ്രവണം ഹൃദ്യമാവുക. അർഹതയും യോഗ്യതയുമുള്ള ഗുരുശിഷ്യന്മാർ ഒരുമിച്ചിട്ടുള്ള ഭാഗവത ധ്യാന ശ്രവണം വാസ്തവത്തിൽ ഫലവത്താവുക തന്നെ ചെയ്യും. അപ്പൊ ഉത്തമ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംവാദ രൂപേണ തന്നെയാണ് ഈ ഭാഗവതത്തെയും അതുപോലെ ഇതിലെ ഏകാദശ സ്കന്ധത്തെയും നമുക്ക് കാണുവാൻ കഴിയും. ശുഖബ്രഹ്മർഷിയും പരീക്ഷിത് ചക്രവർത്തിയും തമ്മിലുള്ള സംവാദമാണ്. അവരെക്കുറിച്ചെല്ലാം നമുക്ക് ഒന്നാമത്തെ സ്കന്ധത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവിടത്തെ ഈ ഏകാദശ സ്കന്ധത്തിലെ ആചാര്യൻ വാസ്തവത്തിൽ ആരാണ്? സർവജ്ഞനും സർവശക്തനുമായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ ഇവിടെ ആചാര്യൻ ഗുരുവായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ ഇവിടുത്തെ ശിഷ്യനോ വേണ്ടത്ര പാകത വന്ന ഉദ്ധവര് ഇവിടെ ശിഷ്യനുമായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഗുരുശിഷ്യന്മാർ ഒത്തുചേർന്നുകൊണ്ട് ആ ജ്ഞാനപ്രതിപാദനത്തിന് ആവശ്യമായ രംഗസജ്ജീകരണം, ഇതാണ് വാസ്തവത്തിലെ 11ാമത്തെ സ്കന്ധത്തിന്റെ ആരംഭ അധ്യായത്തിൽ വ്യക്തമാക്കുന്നത്. ദശമസ്കന്ധത്തിന്റെ അവസാന ഭാഗത്തിലൂടെ പറഞ്ഞ സന്താനഗോപാലൻ കഥയിൽ നിന്ന് വൈകുണ്ഠനാഥൻ അവതാര പ്രയോജനം കഴിഞ്ഞ സ്ഥിതിക്ക് തിരിച്ചു വരുവാൻ നിർദ്ദേശിച്ചത് നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ അവതാര പ്രയോജനം
സഫലമായി പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടോ സ്വധാമഗമനത്തിന് ഭഗവാന് സമയമായിരിക്കുന്നു. സ്വർഗാരോഹണം, ഭഗവാന്റെ സ്വർഗാരോഹണം എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം വാസ്തവത്തിൽ അധ്യായത്തെയും ആ ഭാഗത്തെയും ആഘോഷിച്ചു വരുന്നത്. എന്നാൽ സത്യത്തിൽ സ്വധാമഗമനമാണ്. ഭഗവാന് സ്വർഗാരോഹണമൊന്നും വാസ്തവത്തിലില്ല. കാരണം സ്വധാമഗമനം, രൂപം സ്വീകരിച്ച താൻ രൂപത്തെ വിട്ട് നിർഗുണമായ തന്റെ യഥാർത്ഥ നിജസ്ഥിതിയിൽ ലയിക്കുന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ സ്വധാമഗമനം. ജനന മരണം ഉള്ള ഒരു ശരീര മനോബുദ്ധി ഇന്ദ്രിയാദി ദേഹങ്ങൾക്കാണ് വാസ്തവത്തിൽ എന്തുള്ളത്? സ്വർഗപ്രാപ്തിയും വൈകുണ്ഠപ്രാപ്തിയും ഗോലോകപ്രാപ്തിയും എല്ലാം. സ്വയം ആത്മാവ് തന്നെയായി പ്രകാശിച്ചിരിക്കുന്ന ഒരു സത്സ്വരൂപത്തിന് എന്ത് ജനമൃതികളാണുള്ളത്? ഏത് ലോകപ്രാപ്തിയാണുള്ളത്? സ്വധാമഗമനം ഒഴിച്ചു. ഭഗവാൻ തന്റെ സ്വധാമഗമനത്തിനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയപ്പോഴോ തന്റെ വിഭൂതിയായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന യാദവ വംശത്തെ കൂടി ഉപസംഹരിക്കണം, നശിപ്പിക്കണം, ഇല്ലാതാക്കണം എന്നുള്ള ഇച്ഛ ഭഗവാനിലെ ഉണ്ടായി. ഇപ്പോ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ നിത്യസാന്നിധ്യം കൊണ്ടും സഹവാസം കൊണ്ടും ഇന്ന് ഇപ്പോൾ ഇവിടെ യാദവന്മാരെല്ലാം നല്ലവരും ധർമ്മനിഷ്ഠരുമായി കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭഗവാൻ നഷ്ടപ്പെടുമ്പോഴോ, ഭഗവാന്റെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴോ അവരും അഹങ്കാരികളായിട്ട് ലോകത്തിന് അനർത്ഥം ചെയ്യുന്നവരായിട്ട് ഭവിക്കാം. അപ്പൊ പിന്നെയോ അവരെയും സംഹരിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാന് ഒരു പുനരവതാരം കൂടി അപ്പൊ തന്നെ എടുക്കേണ്ടി വരും. തിരോധാനം, സ്വധാമഗമനത്തിന് ശേഷം വീണ്ടും ഭഗവാൻ പുനർജനിക്കേണ്ടതായിട്ട് വരും, ജന്മമില്ലാത്ത ഭഗവാൻ. അപ്പോ അങ്ങനെ ഒരു സംഹാരത്തിന് വേണ്ടിയിട്ട് താൻ ഇനി വീണ്ടും ഇപ്പോ പെട്ടെന്ന് തന്നെ വർത്തമാനകാലത്തിൽ തന്നെ അവതരിക്കേണ്ടതില്ല എന്ന താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? അതിപ്പോ തന്നെ ഉണ്ടായിരുന്നു ഈ സംഹാരം. യാദവ വംശത്തെ നശിപ്പിക്കുന്ന പ്രക്രിയ ഇപ്പൊ തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് ഭഗവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ സങ്കല്പമനുസരിച്ച് ആ യാദവർക്ക് ഒരു ബ്രഹ്മശാപം വന്നു ഭവിക്കാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. കാരണം എന്താണ്? ഭഗവാന്റെ ഇച്ഛ തന്നെയാണ്. കാരണം ധാർമ്മികന്മാരും ഒരിക്കലും ദുരാചാരം ചെയ്യത്തവരുമായ അവർക്കൊരിക്കലും ബ്രഹ്മശാപം ഏൽക്കുവാൻ വഴിയില്ല. എങ്കിലും ഈശ്വരേച്ഛ അത് പ്രാവർത്തികമാക്കാതെ വയ്യല്ലോ. ഈശ്വരേച്ഛ എന്തോ അത് സംഭവിച്ചേ തീരും.
അപ്പോ അത് സംഭവിച്ച ആ ഒരു പശ്ചാത്തലമാണ് നമുക്കിവിടെ ഇപ്പൊ അറിയില്ല. അതായത് ഒരു ദിവസം വൈകുന്നേരം യാദവ വംശത്തിലെ ചെറുപ്പക്കാരായിരുന്ന കുട്ടികളൊക്കെ യാദവ കുട്ടികളെല്ലാം രാജധാനിയുടെ പുറത്തുള്ള ഒരു മൈതാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഏതാനും മഹാത്മാക്കളായ ഋഷിമാർ ഭഗവത് ദർശനത്തിന് വേണ്ടി ദ്വാരകാ രാജധാനിയിലേക്ക് ബന്ധപ്പെട്ട് വരികയാണ്. മഹാത്മാക്കളായ ആചാര്യന്മാരെ ഗുരുവര്യന്മാരെ ദർശിച്ചപ്പോഴോ അതുവരെ തോന്നാത്തൊരു കുസൃതി ആ യാദവ കുട്ടികളിൽ അപ്പോൾ ഉണ്ടായി. എല്ലാം വലിയ വേഷം കെട്ടി നടക്കുകയാണല്ലോ. താടി, മീശ, മുടി, അതും ചട്ടയൊക്കെ ഇങ്ങനെ തലക്ക് ഇങ്ങനെ കെട്ടിവെച്ചിട്ടൊക്കെയുള്ള ആ രൂപത്തൊക്കെ അങ്ങോട്ട് കണ്ടപ്പോഴോ അതൊക്കെ വേഷം കെട്ടി നടക്കുകയാണ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് അങ്ങോട്ട് തോന്നി. അതുകൊണ്ടോ ഇവർക്ക് യഥാർത്ഥത്തില് ജ്ഞാനമുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. അതൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ എന്താണ് എന്നുള്ള ആലോചനയോട് കൂടിയിട്ട് അവരെന്താണ് അതിനെ ഒരു കുസൃതി ചെയ്തു. എന്താണത്? അതായത് എന്താണ് അവർക്ക് തോന്നിയ കുസൃതി? അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അപ്പൊ തന്നെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സാമ്പൻ എന്ന ചെറുപ്പക്കാരൻ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ വേഷം കൊണ്ട് ജാമ്പവതിയുടെ പുത്രനാണ്. ഭഗവാനിൽ ജാമ്പവതിയിൽ ജനിച്ച പുത്രനാണ് സാമ്പൻ. എന്നിട്ടോ നമ്മുടെ ഋഷിമാരടുക്കൽ എത്തിയപ്പോ ഇവര് കൃത്രിമമായിട്ട് ഭക്തി വിനയങ്ങളെയൊക്കെ അഭിനയിച്ചുകൊണ്ട് ആ കപട ഭക്തന്മാർ അവരോട് ചോദിക്കുകയാണ്, മഹാത്മാക്കളായ നിങ്ങളോടൊരു സംഗതി ചോദിച്ചറിയാൻ വേണ്ടി ഒരു സ്ത്രീ ഇവിടെ അടുത്ത് കാത്തു നിൽപ്പുണ്ടായി. ലജ്ജ കൊണ്ട് ചോദിക്കുവാൻ മടിച്ച് മുന്നിലേക്ക് വരാതിരിക്കുകയാണ്. പരമാർത്ഥവേദികളും ത്രികാലജ്ഞാനികളുമായ ഋഷീശ്വരന്മാർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി, ഭഗവാന്റെ ഇച്ഛയും മനസ്സിലായി. അവരൊന്നും അറിയാത്ത ഭാവത്തിൽ എന്താണോ അറിയുവാനുള്ളത് അതിനെ ചോദിക്കുവാൻ അനുവാദം കൊടുക്കുക തന്നെ ചെയ്തു. അപ്പോഴോ ഈ സ്ത്രീ ഗർഭിണിയാണ്, പ്രസവം ആസന്നമായിരിക്കുന്നു. എന്ത് കുട്ടിയാണ് അവൾ പ്രസവിക്കുക, ഇതാണ് അറിയേണ്ടതെന്ന് അവർ പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ ഋഷിമാർക്ക് ആശ്ചര്യമുണ്ടായി. കാരണം ഇങ്ങനെ വാസ്തവത്തിലൊരു ചോദ്യം ആവശ്യമുണ്ടോ? നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം നടക്കാൻ പോകുന്നൊരു കാര്യത്തെ ഇപ്പോൾ അന്വേഷിച്ചറിയേണ്ട വലിയ വിഷയമുണ്ടോ? അടുത്ത നിമിഷത്തിൽ അത് 100% വ്യക്തമാകും അതെന്താണെന്ന്. അങ്ങനൊരു വിഷയത്തെ കുറച്ച് മുമ്പേ അറിഞ്ഞിട്ട് എന്താണ് അതിൽ പ്രയോജനമുള്ളത്? അപ്പോൾ ഋഷീശ്വരന്മാർക്ക് ആ ഭഗവാന്റെ താത്പര്യം ഒന്നുകൂടി ബോധ്യമായി. അപ്പൊ അവരെന്താണ്
ഈ ബ്രഹ്മജ്ഞന്മാരും അതുപോലെ ദിവ്യദൃഷ്ടികളുമായ ആ തപസ്സുകൾ മനസ്സിലാക്കി ഇവർ തങ്ങളെ പരീക്ഷിക്കുകയാണ്. പെട്ടെന്ന് അവരിൽ ഒരു മുനി എന്തു പറഞ്ഞു? കുട്ടിയെയല്ല, ഇരുമ്പുലക്കയായിരിക്കും പ്രസവിക്കാൻ പോകുന്ന ആൾ പ്രസവിക്കുക. മുസലം കുലനാശനം എന്ന പ്രയോഗമുണ്ട്. ആ പ്രസവിക്കുന്ന ഇരുമ്പുലക്ക കൊണ്ട് തന്നെ നിങ്ങളുടെ യതുവംശം നശിക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് അവര് പെട്ടെന്ന് ശാപത്തിന് മോചനം ചോദിക്കുവാൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് അവർ ഭഗവാന്റെ അടുക്കിലേക്ക് പോകുകയും ചെയ്തു. ഇതങ്ങ് കേട്ടപ്പോഴോ കുട്ടികൾക്കൊക്കെ ഭയം. കാരണം അവർക്ക് ശ്രുതിയാൽ സംഭവിച്ചതാണ്, ഭഗവത് പ്രേരിതമായിട്ടാണ്. സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പരിഭ്രമം. അങ്ങനെ അവര് സാമ്പന്റെ വേഷമൊക്കെ അഴിച്ചു നോക്കുകയാണ്. അപ്പൊ എന്താണ്? ഇടത്തെ കാൽത്തുടയിൽ ഒരു ചെറിയ ഉരുക്ക് കഷണം പറ്റിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴോ യാദവന്മാരുടെ കഥ പിന്നെ വേറെ എന്തു പറയാനാണ്? ഋഷീശ്വരന്മാരുടെ ആ വാക്കുകൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ. അങ്ങനെ അവർ ഭയം കൊണ്ട് ആളില്ല പോലെ വിറയ്ക്കാൻ അങ്ങോട്ട് തുടങ്ങി. എന്ത് ചെയ്യണേ എന്നറിയാതെ ആ ഉരുക്ക് കഷ്ണം കൊണ്ട് അവര് രാജ്യസഭയിൽ ചെന്നു. വാസ്തവത്തിൽ അവര് ഭഗവാനെയായിരുന്നു സമീപിക്കേണ്ടത്. സദ്ഗുണ നിർഗുണ സ്വരൂപനായ സാക്ഷാൽ പരബ്രഹ്മത്തെ അവർ ആശ്രയിച്ചിരുന്നുവെങ്കിൽ അനർത്ഥം ഒരു പക്ഷെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അവര് ഭഗവാനെയല്ല സമീപിച്ചത്, രാജാവിനെ, രജോഗുണത്തെയാണ് അവർ ആശ്രയിച്ചത് പ്രശ്നപരിഹാരത്തിന്. അപ്പോഴോ ഇപ്പൊ സഭയിലെ സർവ്വ ആളുകളും ആ വർത്തമാനം കേട്ടപ്പോൾ ഭയപരിഭ്രമങ്ങളെ കൊണ്ട് ആതിലന്മാരായി. അങ്ങനെ എന്താണ്? ബ്രഹ്മശാപം തടുക്കുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ആ സഭത്തിൽ ഒരു തീരുമാനമുണ്ടായി. സത്കർമ്മം കൊണ്ട് അനർത്ഥങ്ങളും ആപത്തുകളും ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും പുണ്യതീർത്ഥമായ പ്രഭാസത്തിലേക്ക് പുറപ്പെട്ട് അവിടെ പോയിട്ട് എന്താണ്? യഥാവിധി സ്നാനവും ദാനവും ഹോമവും ജപവും പൂജയുമെല്ലാം നിർവഹിക്കണം. സ്ത്രീകളും കുട്ടികളും ശംഖോദ്വാരം എന്ന തീർത്ഥക്കരയിലേക്കും പോകട്ടെ. അങ്ങനെ ജപം, പൂജ, യാഗം, ധ്യാനം എന്നീ കർമ്മയോഗങ്ങളിലൂടെ അവർ ധർമ്മം സംസ്ഥാപിക്കട്ടെ. എങ്ങനെ ആപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ പ്രയത്നിക്കട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെയൊക്കെ തീർത്ഥക്കരയിലേക്ക് പോകുവാൻ ഉത്സാഹിപ്പിച്ചു. അങ്ങനെയാണെങ്കിലും പുരുഷപ്രയത്നവും ഏത് കാര്യത്തിലും ആവശ്യമാണെന്ന് പറഞ്ഞ് ആ ഉരുക്ക് കഷ്ണത്തെ രാവി പൊടിയാക്കി സമുദ്രത്തിലെ കലക്കുവാൻ ഉപദേശിക്കുകയാണ്.
അത് പ്രകാരം അവരെല്ലാവരും ആ ഇരുമ്പുലക്കയുമായിട്ട് പറഞ്ഞ പ്രകാരം അതാത് സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നിട്ടോ അപ്പൊ തന്നെ അവർ ജാതി ഏറ്റവും നേർമയായ പൊടിയാക്കിയത് സമുദ്രത്തിലേക്ക് കലക്കി. ഇന്ന് അവസാനം ശേഷിച്ചൊരു ചെറിയ കഷ്ണം, ആ ചെറിയ കഷ്ണത്തെ അവര് വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യാം. ചെറിയ കഷ്ണം, ആ കഷ്ണത്തെ കൊണ്ട് ഇനി ആർക്കെന്ത് ചെയ്യുവാനാണ്? ഒന്നും ചെയ്യാനില്ല. അപ്പൊ അവരവരുടെ പ്രയത്നമൊക്കെ അങ്ങോട്ട് നിർത്തി ആ അവശേഷിച്ചിരിക്കുന്ന കഷ്ണത്തെ എന്ത് ചെയ്തു? ഉപേക്ഷിക്കുകയും ചെയ്തു. ഇനി അതിന് ഭയപ്പെടേണ്ടതില്ലല്ലോ എന്നാണ് വാസ്തവത്തിൽ അവരെല്ലാവരും ധരിച്ചത്. എന്നാൽ കാലശക്തിക്ക് എന്തൊരു ഉപകരണം കൊണ്ടാണ് ഏതൊരു മഹൽ കാര്യവും ചെയ്യാൻ കഴിയാതിരിക്കുക? ഏറ്റവും നേർമയായ ആ ഉരുക്കുപൊടികളെ കാറ്റിലടിച്ച് കരയ്ക്കടുത്ത് മണ്ണോട് ചേർന്ന് മുള്ളുള്ള ഒരു തരം പുല്ലുകളായിട്ട് മുളച്ച് പടർന്ന് വളരുക തന്നെ ചെയ്യും. വെള്ളത്തിലേക്ക് എറിഞ്ഞ കഷ്ണമോ, ആ കഷണം ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെ ജര എന്ന നാമത്തിലുള്ള ഒരു കാട്ടാളൻ പിടിക്കുകയും ചെയ്തു. അതിന്റെ വയറ് കീറി നോക്കിയപ്പോഴോ ഒരു ഉരുക്ക് കഷണം, ഇരുമ്പ് കഷണം ആ മത്സ്യത്തിന്റെ വയറിൽ കാണുകയാണ്. അതെടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്തു? ഒരു ശരവും ഉണ്ടാക്കി. ഇനിയും വല്ലപ്പോഴും എനിക്ക് നായാട്ടിനെ വനത്തിലേക്ക് പോകേണ്ടതായിട്ട് വരാം. ആ സമയം ഇതുപയോഗമാകട്ടെ എന്നും കരുതിയിട്ട് എന്ത് ചെയ്തു? സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തു. അങ്ങനെ യാദവ വംശത്തിന്റെ സംഹാരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ്? ഇനിയിപ്പോ ഏത് നിമിഷം എന്ത് സംഭവിക്കാം? നമ്മുടെ യാദവ വംശത്തിന് നാശം വരാം. കാരണം വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ്. അതാണിവിടെ സാമ്പൻ തന്റേതല്ലാത്ത രൂപം എടുത്തിട്ടാണ് സനകാദികളെ സമീപിച്ചത്. കാരണം സനകാദി ഋഷീശ്വരന്മാരാണ് അവിടെ വന്നത്. തന്റേതല്ലാത്ത രൂപമെടുത്ത് അവരെ സമീപിച്ചു. വാസ്തവത്തില് സാധുക്കളോട്, സന്യാസിമാരോട്, ഗുരുജനങ്ങളോട് ചോദിക്കേണ്ടത് എന്താണ്? മോക്ഷമാർഗത്തെക്കുറിച്ചാണ്, മോക്ഷത്തിനുള്ള ഉപായമാണ്. അല്ലാതെ സംസാരത്തിന്റെ മാർഗമല്ല ചോദിച്ചറിയേണ്ടത്. ഒരു വേഷം കെട്ടിയിട്ട് എന്താ ചോദിച്ചത്? സംസാരത്തിന്റെ മാർഗമാണ്. ഈ മുസലം വാസ്തവത്തിൽ എന്താണ്? ഇരുമ്പാണ്. ഇരുമ്പോ ലോകത്തിലെ തമോ ഗുണമായിരിക്കുന്നതാണ് ഇരുമ്പ്. തമോ ഗുണത്തിന്റെ പ്രത്യേകത എന്താ? ആലസ്യം, നിദ്ര. അത് കുലത്തെ നശിപ്പിക്കുന്നതാണ്. ഇവിടെ പ്രകൃതിയുടെ വേഷമാണ് സാമ്പൻ സ്വീകരിച്ചത്. അപ്പൊ പ്രകൃതിയുമായ ബന്ധത്തിന്റെ ഫലം എന്താണ്? ദുഃഖം. അങ്ങനെ ആ ഇരുമ്പൻ പൊടി എന്താ ഏരകപ്പുല്ലുകളായി അതിലെ ഇരുമ്പ് കഷ്ണം ജരയ്ക്കും കിട്ടുകയാണ്. അപ്പൊ ഇവിടെ ദുഃഖനിവൃത്തിക്ക് അവര് ഭഗവാനെ കാണാതെ രാജാവിനെ കണ്ടു. അപ്പൊ ഈ രാജാവ് വാസ്തവത്തിൽ എന്താണ്?
രജോ ഗുണമാണ്. രജോ ഗുണത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദുഃഖനിവൃത്തി സാധ്യമാവുമോ? സാത്വികമായ ശ്രദ്ധയിൽ മാത്രമേ ദുഃഖനിവൃത്തി സാധ്യമാവൂ. എന്തായാലും ഇപ്പോ യദുവംശത്തിന്റെ അന്ത്യത്തിനുള്ള എല്ലാ രംഗങ്ങളും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നാരദ വാസുദേവ സംവാദം എന്ന ആ ഭാഗത്തെയാണ് നമുക്ക് ശ്രവിക്കാനായിട്ട് ഉള്ളത്. ആ ഭാഗത്തെ നമുക്ക് ശ്രവിക്കുവാനായിട്ട് ആരംഭിക്കാം.